സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിലേക്ക് വീണ്ടും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ കൈകാര്യം ചെയ്യാനായിട്ട് പോകുന്നത്. ന്യൂഡൽഹിയിലെ മനേക്ഷ സെന്ററിൽ വെച്ചിട്ട് ഇന്ത്യൻ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗും ഗ്രീക്ക് പ്രതിരോധ മന്ത്രി നിക്കോസ് ഡെൻഡിയാസും തമ്മിൽ ചരിത്രപരമായ ഒരു കരാറിൽ ഒപ്പുവെച്ചിട്ടുണ്ട്. പാകിസ്ഥാനുമായിട്ട് ചേർന്ന് ഇന്ത്യക്കെതിരെ നീങ്ങുന്ന തുർക്കിക്ക് മറുപടി നൽകാൻ വേണ്ടിയിട്ട് ഇന്ത്യ കണ്ടെത്തിയ ഏറ്റവും ശക്തനായ ഒരു യൂറോപ്യൻ പങ്കാളിയാണ് ഗ്രീസ്. എന്താണ് നമ്മൾ ഒപ്പുവെച്ച ജോയിന്റ് ഡിക്ലറേഷൻ ഓഫ് ഇന്റന്റ്? എന്താണ് അടുത്ത 5 വർഷത്തേക്കുള്ള ഇന്ത്യ ഗ്രീസ് റോഡ് മാപ്പ്? പാകിസ്ഥാനും തുർക്കിയും സൗദിയും ചേർന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ച ഇസ്ലാമിക് നാറ്റോ സഖ്യം എങ്ങനെയാണ് പൊളിഞ്ഞത്? എന്താണ് നാസ്റ്റൺ ക്വാഡ്രിലാറ്ററൽ ഫോർമാറ്റ്? ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൽ അംഗങ്ങളായിട്ടുള്ളത്? അതുപോലെ ദ 3+1 അലയൻസ് എന്ന് പറയുന്നത് എന്താണ്? അതിലെ അംഗങ്ങൾ ആരൊക്കെയാണ്? ഇതെല്ലാം നമുക്ക് വിശദമായിട്ട് തന്നെ ഇന്നൊന്ന് പരിശോധിക്കാം. അതുകൊണ്ട് തന്നെ വീഡിയോ സ്ക്രിപ്റ്റ് ചെയ്യുന്നവർക്കും ജിയോ പൊളിറ്റിക്സ് പഠിക്കുന്നവർക്കും ഇന്നത്തെ വീഡിയോ ഒരു പാഠപുസ്തകമായിരിക്കും. നമുക്ക് തുടങ്ങാം. ഗ്രീക്ക് പ്രതിരോധ മന്ത്രിയുമായിട്ട് നടന്ന കൂടിക്കാഴ്ചയിൽ പ്രധാനമായിട്ട് 2 നിർണായക രേഖകളാണ് കൈമാറിയിട്ടുള്ളത്. ഒന്ന്, ജോയിന്റ് ഡിക്ലറേഷൻ ഓഫ് ഇന്റന്റ്, പ്രതിരോധ വ്യവസായ മേഖലയിൽ സഹകരിക്കുന്നതിനായിട്ട് ഒരു കരാർ. ഇത് വെറും ഒരു പേപ്പർ വർക്കല്ല, മറിച്ച് അടുത്ത 5 വർഷത്തേക്കുള്ള ഒരു വലിയ പദ്ധതിയുടെ തുടക്കമാണ്, ഒരു റോഡ് മാപ്പാണ്. രണ്ടാമതായിട്ട് ബയലാറ്ററൽ മിലിറ്ററി കോഓപ്പറേഷൻ പ്ലാൻ 2026. 2026 ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ തമ്മിൽ എന്തൊക്കെ സഹകരണങ്ങൾ വേണം, എവിടൊക്കെ അഭ്യാസങ്ങൾ നടത്തണം എന്നെല്ലാം ഉള്ളതിനെ കുറിച്ച് വ്യക്തമായ ഒരു പ്ലാൻ. പക്ഷെ ഇതിലൊക്കെ ഉപരിയായിട്ട് വളരെ തന്ത്രപരമായ മറ്റൊരു പ്രഖ്യാപനം കൂടി വന്നിട്ടുണ്ട്. ഗ്രീസിൽ നിന്നുള്ള ഒരു സൈനിക ഉദ്യോഗസ്ഥനെ, അതായത് ഒരു ലെയ്സൺ ഓഫീസറെ, ഇന്ത്യയുടെ IFC-IOR എന്ന് പറഞ്ഞാൽ ഇൻഫർമേഷൻ ഫ്യൂഷൻ സെന്റർ ഇന്ത്യൻ ഓഷൻ റീജിയൻ, അവിടെ നിയമിക്കാനായിട്ട് തീരുമാനിച്ചു. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ചാൽ, ഗുഡ്ഗാം ആസ്ഥാനമായിട്ടുള്ള IFC-IOR എന്ന് പറയുന്നത് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഓരോ കപ്പലിൻ്റെയും നീക്കങ്ങൾ നിരീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഒരു 3ാം കണ്ണാണ്. അവിടെ ഗ്രീസിന് ഒരു കസേര ലഭിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ വിവരങ്ങൾ ഇന്ത്യ ഗ്രീസുമായിട്ടും അതുപോലെ മെഡിറ്ററേനിയൻ കടലിലെ വിവരങ്ങൾ ഗ്രീസ് ഇന്ത്യയുമായിട്ടും തത്സമയം പങ്കുവയ്ക്കും എന്നാണ് അതിൻ്റെ അർത്ഥം. തുർക്കിയുടെ കപ്പലുകൾ എവിടെ പോയാലും ആരെണ്ണ കടത്തിയാലും ഇനി ഇന്ത്യയും ഗ്രീസും അറിയും. കൂടാതെ ഇന്ത്യയുടെ ആത്മനിർഭർ ഭാരതും ഗ്രീസിന്റെ അജണ്ട 2030യും തമ്മിൽ സംയോജിപ്പിക്കാനും തീരുമാനമായിട്ടുണ്ട്. അതായത് ഗ്രീസിന് ആവശ്യമായ മിസൈലുകളും ഡ്രോണുകളും ഇനി ഇന്ത്യയിൽ നിന്ന് വാങ്ങാനുള്ള സാധ്യത 10 മടങ്ങ് വർദ്ധിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പെട്ടെന്ന് ഇന്ത്യയും ഗ്രീസും ഇത്രയധികം അടുക്കുന്നത്? ഇതിൻ്റെ പിന്നിലും കൃത്യമായ ഒരു ശത്രുവും കൃത്യമായ ഒരു ലക്ഷ്യവുമുണ്ട്. നമുക്ക് 2 രാജ്യങ്ങളുടെ ആവശ്യങ്ങളെന്ന് പരിശോധിക്കാം. ഇന്ത്യയുടെ ആവശ്യം എന്ന് പറഞ്ഞാൽ ശത്രുവിൻ്റെ ശത്രു മിത്രവും എന്നുള്ള ചാണക്യതന്ത്രമാണ് ഇന്ത്യ ഇവിടെ പയറ്റുന്നത്. തുർക്കിയുടെ ബദ്ധവൈരിയാണ് ഗ്രീസ്. ചരിത്രപരമായും അതിർത്തി തർക്കങ്ങൾ കാരണവും ഇവർ തമ്മിൽ വലിയൊരു ശത്രുതയിലുമാണ്. തുർക്കിയെ സമ്മർദ്ദത്തിലാക്കാനായിട്ട് ഇന്ത്യക്ക് ഗ്രീസിനെ പോലെ മറ്റൊരു നല്ല സുഹൃത്തിനെ കിട്ടാനില്ല. ഗ്രീസിനെ സംബന്ധിച്ചിടത്തോളം തുർക്കി അവരുടെ തൊട്ട അയൽവക്കത്തുള്ള ഒരു വലിയ ഭീഷണി തന്നെയാണ്. തുർക്കി പ്രസിഡന്റ് എർദോഗൻ എപ്പോഴും ഗ്രീസിനെതിരെ യുദ്ധഭീഷണി മുഴക്കി അവരെ പേടിപ്പിക്കാറുണ്ട്. തുർക്കിയുടെ ഭീഷണികളെ നേരിടാൻ വേണ്ടിയിട്ട് ഗ്രീസിന് ശക്തരായ സഖ്യകക്ഷികളെ വേണം. ഫ്രാൻസും അമേരിക്കയും ഒക്കെ അവരെ സഹായിക്കാനുണ്ടെന്ന് പറഞ്ഞാലും അതിനു പുറമെ ഏഷ്യയിലെ വലിയൊരു സൈനിക ശക്തിയായ ഇന്ത്യയുമായിട്ടും കൂടെ കൂട്ടുചേരുന്നത് ഗ്രീസിന് വലിയ ആത്മവിശ്വാസം നൽകും. ഇവിടെയാണ് ഇന്ത്യയുടെ യഥാർത്ഥ തന്ത്രം പുറത്തു വരുന്നത്. തുർക്കിയുടെ പടിഞ്ഞാറ് ഭാഗത്ത് ഗ്രീസ് ആണെന്നുണ്ടെങ്കിൽ തുർക്കിയുടെ കിഴക്ക് ഭാഗത്ത് ഇന്ത്യ വളർത്തുന്നത് അർമേനിയയാണ്. അർമേനിയയും അസർബൈജാനും തമ്മിലുള്ള യുദ്ധത്തിൽ അസർബൈജാനെ തുർക്കിയും പാകിസ്ഥാനും സഹായിച്ചിരുന്നു. അർമേനിയ അന്ന് ഒറ്റപ്പെട്ടു പോയി. എന്നാൽ ഇന്ന് കഥ മാറിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം ഫെബ്രുവരി 8 അർമേനിയൻ സൈന്യം ഔദ്യോഗികമായിട്ട് പ്രദർശിപ്പിച്ചത് ഇന്ത്യയിൽ നിന്ന് വാങ്ങിയ പിനാക റോക്കറ്റുകളും ആകാശ മിസൈലുകളുമായിരുന്നു. ഇന്ത്യ ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുന്നു. ഒന്ന്, ഗ്രീസുമായിട്ട് ചേർന്ന് തുർക്കിയുടെ മെഡിറ്ററേനിയൻ മോഹങ്ങൾക്ക് തടയിടുന്നു. 2, അർമേനിയയ്ക്ക് ആയുധം നൽകി തുർക്കിയുടെയും അസർബൈജാന്റെയും അതിർത്തിയിൽ ഭീഷണി സൃഷ്ടിക്കുന്നു. ഇതോടെ തുർക്കി ഇപ്പൊ ചെകുത്താന്റെയും കടലിന്റെ ഇടയ്ക്കെന്ന് പറഞ്ഞ അവസ്ഥയിലാണ്. അർമേനിയയിൽ ഇന്ത്യൻ ആയുധങ്ങൾ എത്തിയത് അസർബൈജാനെ മാത്രമല്ല പാകിസ്ഥാനെയും ഞെട്ടിച്ചിട്ടുണ്ട്. ഈ നീക്കങ്ങളെല്ലാം എന്താണെന്ന് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ രൂപപ്പെട്ടു വരുന്ന 2 സൈനിക ചേരികളെ അല്ലെങ്കിൽ 2 മിലിറ്ററി ബ്ലോക്സിനെ നമ്മളൊന്ന് താരതമ്യം ചെയ്യണം.
അതിൽ ഗ്രൂപ്പ് എ എന്ന് പറയുന്നത് ദ ത്രീ ബ്രദേഴ്സ്, തുർക്കി, പാകിസ്ഥാൻ, അസർബൈജാൻ. ഇവർ സ്വയം വിളിക്കുന്നത് ഒരേ ജനത 3 രാജ്യങ്ങൾ എന്നാണ്. ഇവരുടെ പ്രധാനപ്പെട്ട ശക്തി എന്ന് പറയുന്നത് തുർക്കിയുടെ ഡ്രോൺ സാങ്കേതിക വിദ്യ തന്നെയാണ്. അതായത് തുർക്കിയുടെ ബൈറക്തർ ഡ്രോണുകൾ യുദ്ധമുഖത്ത് തെളിയിക്കപ്പെട്ടവയാണ്. പാകിസ്ഥാനും അസർബൈജാനും ഇത് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നുമുണ്ട്. ഇന്ത്യയുടെ അടുത്ത് പണി നടന്നിട്ടില്ല എന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നോക്കുകയാണെന്നുണ്ടെങ്കിൽ യൂറോപ്പിലേക്കുള്ള വാതിലാണ് തുർക്കി. അതുപോലെ ഏഷ്യയിലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് പാകിസ്ഥാനും. പക്ഷെ ഇവരുടെ ദൗർബല്യം ഏറ്റവും വലുത് സാമ്പത്തിക തകർച്ച തന്നെയാണ്. പാകിസ്ഥാൻ കടക്കണിയിലാണ്, തുർക്കിയിലാണെങ്കിൽ പണപ്പെരുപ്പം, അതായത് ഇൻഫ്ലേഷൻ റെക്കോർഡ് നിലയിലുമാണ്. പിന്നെ ഇവരുടെ വ്യോമസേനയിലെ വിള്ളലും വലിയൊരു ഘടകമാണ്. തുർക്കിക്ക് അമേരിക്ക F-35 നൽകുന്നില്ല. അവരുടെ കയ്യിലുള്ള F-16 വിമാനങ്ങളാണെങ്കിൽ ഒരുപാട് പഴയതുമാണ്. പാകിസ്ഥാന്റെ JF-17 ചൈനയുടെ സാങ്കേതികവിദ്യ ആണെന്നുണ്ടെങ്കിലും റഫാലിനെ വെല്ലുവിളിക്കാനും മാത്രം ഒന്നും വളർന്നിട്ടില്ല. അവിടെയാണ് നമുക്ക് ഗ്രൂപ്പ് ബി ഒന്ന് പരിഗണിക്കേണ്ടത്, ദി കൗണ്ടർ അലയൻസ്, ഇന്ത്യ, ഗ്രീസ്, അർമേനിയ, ഫ്രാൻസ്. ഇതൊരു ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിക്കപ്പെട്ട സഖ്യമല്ല എന്നുണ്ടെങ്കിലും ജിയോ പൊളിറ്റിക്കൽ എക്സ്പേർട്സ് ഇതിനെ വിളിക്കുന്നത് നാസ്റ്റൻ ക്വാഡ്രിലാറ്ററൽ ഫോർമാറ്റ് എന്നാണ്. ഇവരുടെ കരുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലുത് എയർ സുപ്പീരിയോറിറ്റി തന്നെയാണ്. ഇന്ത്യക്കും ഗ്രീസിനും ഫ്രാൻസിനും ഉള്ളത് റഫാൽ വിമാനങ്ങളാണ്. റഫാൽ ഉപയോഗിക്കുന്ന 3 രാജ്യങ്ങൾ ഒന്നിക്കുമ്പോൾ തുർക്കിയുടെ പഴയ F-16 വിമാനങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കൂടാതെ റഫാലിൻ്റെ മെയിൻ്റനൻസ് വിവരങ്ങളും എല്ലാം പരസ്പരം കൈമാറാനും ഇവർക്ക് എളുപ്പത്തിൽ സാധിക്കും. പിന്നെ നമ്മൾ നേവൽ സ്ട്രെങ്ത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ നേവിയും ഗ്രീക്ക് നേവിയും ചേർന്ന് കഴിഞ്ഞാൽ മെഡിറ്ററേനിയൻ മുതൽ ഇന്ത്യൻ മഹാസമുദ്രം വരെ ഇവർക്ക് നിയന്ത്രിക്കാനായിട്ട് സാധിക്കും. സാമ്പത്തിക ഭദ്രതയുടെ കാര്യത്തിലേക്ക് വന്നാലോ, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ്. ഗ്രീസിനാണെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ശക്തമായ പിന്തുണയുമുണ്ട്. ഇനി നമുക്ക് ഈ കളിയുടെ ഗതി തന്നെ മാറ്റിമറിക്കുന്ന മറ്റൊരു സഖ്യം കൂടെ ഒന്ന് പരിഗണിക്കാം. ഇന്ത്യയുടെയും ഗ്രീസിൻ്റെയും ഇടയിലുള്ള ഒരു പാലമാണല്ലോ ഇസ്രായേൽ. എന്താ ഇസ്രായേലിൻ്റെ റോള്? ഇന്ത്യ ഉപയോഗിക്കുന്ന പല ആധുനിക ആയുധങ്ങളും ഗ്രീസ് ഇപ്പോൾ വാങ്ങാൻ പോകുന്ന പല സിസ്റ്റങ്ങളും ഇസ്രായേൽ നിർമ്മിക്കുന്നതാണ്. ഉദാഹരണത്തിന് ഇന്ത്യയുടെ ബാരാക്ക് 8 മിസൈൽ സിസ്റ്റം, ഇത് ഇന്ത്യയും ഇസ്രായേലും ചേർന്ന് ഉണ്ടാക്കിയതാണ്. ഇതിപ്പോൾ ഗ്രീസിനും കൂടി നൽകാനായിട്ട് ആലോചിക്കുന്നുണ്ട്. കൂടാതെ ഗ്രീസിൻ്റെ റഡാറുകളും ഡ്രോണുകളും നവീകരിക്കുന്നത് ഇസ്രായേലാണ്. ജിയോ പൊളിറ്റിക്സിൽ അധികമാരും ചർച്ച ചെയ്യാത്ത 3+1 എന്നൊരു രഹസ്യ സഖ്യമുണ്ട്. അതിൽ 3 എന്ന് പറയുന്നത് ഇസ്രായേൽ, ഗ്രീസ്, സൈപ്രസ്, +1 എന്ന് പറയുന്നത് ഇന്ത്യ. ഇസ്രായേലും ഗ്രീസും സൈപ്രസും ചേർന്ന് മെഡിറ്ററേനിയൻ കടലിൽ നിന്നും ഗ്യാസ് ഖനനം ചെയ്യുന്നുണ്ട്. തുർക്കി ഇതിനെ എതിർക്കുന്നുണ്ട്. ഈ ഗ്യാസ് യൂറോപ്പിൽ എത്തിക്കാനായിട്ട് ഇവർക്ക് ഇന്ത്യയുടെ പിന്തുണ വേണം. തുർക്കിയെ ഒഴിവാക്കി ഊർജം യൂറോപ്പിൽ എത്തിക്കാനുള്ള ഇവരുടെ പദ്ധതിക്ക് ഇന്ത്യ സമ്പൂർണ്ണമായ പിന്തുണ നൽകുന്നുണ്ട്. പിന്നെ വരുന്നതാണ് ഐമെക്കും ഹൈഫ തുറമുഖവും. ഇതാണ് ഈ സഖ്യത്തിൻ്റെ ഏറ്റവും വലിയ സാമ്പത്തിക ആയുധം. ഇന്ത്യയിൽ നിന്ന് യൂറോപ്പിലേക്കുള്ള പുതിയ വ്യാപാര പാതയാണ് ഐമക്, അതായത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് യൂറോപ്പ് കോറിഡോർ. ഈ പാത സൗദി വഴി നേരെ ചെല്ലുന്നത് ഇസ്രായേലിലെ ഹൈഫ തുറമുഖത്തേക്കാണ്. ഹൈഫ തുറമുഖം നിയന്ത്രിക്കുന്നത് ആരാണ്? ഇന്ത്യയുടെ അദാനി ഗ്രൂപ്പും. ഹൈഫയിൽ നിന്ന് കപ്പലുകൾ നേരെ പോകുന്ന ഗ്രീസിലെ പൈറസ് തുറമുഖത്തേക്കാണ്. ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ പാതയിൽ ഒരിടത്തും തുർക്കിയില്ല. അങ്ങനെ തുർക്കിയെ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഇന്ത്യ, ഇസ്രായേൽ, ഗ്രീസ് വഴി കച്ചവടം നടന്നാൽ തുർക്കിയുടെ സാമ്പത്തിക നില തകരും. എർദോഗൻ ഐമക്കിനെ എതിർക്കാനുള്ള പ്രധാന കാരണവും ഇത് തന്നെയാണ്. പിന്നെ വരുന്നതാണ് ഇൻ്റലിജൻസ്. വേണമെങ്കിൽ നമുക്കിതിനെ ദ മൊസാദ് ഫാക്ടർ എന്നൊക്കെ വിളിക്കാം. തുർക്കിയിൽ ഹമാസ് നേതാക്കൾക്ക് അഭയം നൽകുന്നതിൽ ഇസ്രായേൽ രോഷാകുലരാണ്. തുർക്കിയുടെയും പാകിസ്ഥാൻ്റെയും രഹസ്യ നീക്കങ്ങൾ, അത് ന്യൂക്ലിയർ ആയാലും ടെററിസം റിലേറ്റഡ് ആയാലും, മൊസാദ് ഇന്ത്യക്കും ഗ്രീസിനും ചോർത്തി നൽകുന്നുണ്ട്. ഇവിടെയാണ് കഥയിലെ ഏറ്റവും രസകരമായ ട്വിസ്റ്റ്. കുറച്ച് നാളായിട്ട് പാകിസ്ഥാൻ മാധ്യമങ്ങൾ ആഘോഷിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഇസ്ലാമിക് നേറ്റോ. അതായത് പാകിസ്ഥാനും തുർക്കിയും സൗദി അറേബ്യയും ചേർന്നുള്ള വലിയ ഒരു സൈനിക സഖ്യം. ഞങ്ങളിൽ ഒന്നിനെ തൊട്ടെന്നാൽ ഞങ്ങളെല്ലാം ഒന്നിച്ചു തൊടുമെന്നുള്ള രീതിയിലുള്ള ഒരു സഖ്യം. എന്നാൽ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യ ഈ നീക്കത്തിന് തടയിട്ടിരിക്കുകയാണ്. പാകിസ്ഥാനുമായിട്ടുള്ള സൗദിയുടെ പ്രതിരോധ കരാർ വെറും ദ്വികക്ഷി കരാർ, അതായത് ഒരു ബൈലാറ്ററൽ മാത്രമായിരിക്കുമെന്നും അതിലേക്ക് തുർക്കിയെ വലിച്ചിഴയ്ക്കാൻ താല്പര്യമില്ലെന്നും സൗദി അറേബ്യ വ്യക്തമാക്കിയിട്ടുണ്ട്. സൗദി എന്തുകൊണ്ടാണ് തുർക്കിയെ ഒഴിവാക്കിയത്? അതിലൊന്നാമത്തെ കാര്യം,
ഈ മുസ്ലിം ലോകത്തിൻ്റെ നേതാവാകാൻ ശ്രമിക്കുന്ന എർദോഗൻ്റെ നീക്കങ്ങളിൽ സൗദിക്ക് അതൃപ്തിയുണ്ട്. രണ്ടാമതായിട്ട് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം. ഇന്ത്യ സൗദി അറേബ്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യക്കെതിരെ തിരിയുന്ന ഒരു സഖ്യത്തിലും, അതായത് തുർക്കി, പാകിസ്ഥാൻ അച്ചുതണ്ടുള്ള ഒരു സഖ്യത്തിൻ്റെയും ഭാഗമാകാനായിട്ട് സൗദി അറേബ്യ ആഗ്രഹിക്കുന്നില്ല. മൂന്നാമതായിട്ട് വിശ്വാസ്യത ഇല്ലായ്മ. തുർക്കിയെ സൗദിക്ക് വിശ്വാസമല്ല. അതിൻ്റെ ഒരു കാരണം തുർക്കിയുടെ വിദേശ നയം പലപ്പോഴും അസ്ഥിരമാണ്. സൗദി അറേബ്യയുടെ ഈ പിന്മാറ്റം തുർക്കിക്കും പാകിസ്ഥാനും ചെകിട്ടത്തേറ്റ് ഒരു അടിപൊളിയായിപ്പോയി. അവർ പ്ലാൻ ചെയ്ത വലിയ സഖ്യം പൊളിഞ്ഞു. അതേസമയം ഇന്ത്യ നിശബ്ദമായിട്ട് ഗ്രീസുമായിട്ട് ചേർന്ന് ശക്തമായ ഒരു സഖ്യമുണ്ടാക്കുകയും ചെയ്തു. ഇനി നമുക്ക് ഈ കരാറിൻ്റെ പ്രധാനപ്പെട്ട സാങ്കേതിക വശങ്ങളിലേക്കൊന്ന് കടക്കാം. 5 വർഷത്തെ റോഡ് മാപ്പ് എന്ന് പറയുമ്പോൾ അതിലെന്തൊക്കെ വരും? ഇന്ത്യൻ നാവികസേനയും ഗ്രീക്ക് നാവികസേനയും മെഡിറ്ററേനിയൻ കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും സംയുക്ത സൈനിക അഭ്യാസങ്ങൾ നടത്തും. ഇത് തുർക്കിക്ക് വലിയൊരു മുന്നറിയിപ്പാണ്. ഗ്രീക്ക് യുദ്ധവിമാനങ്ങൾ, അതായത് റഫേൽ വിമാനങ്ങൾ, ഇന്ത്യൻ പൈലറ്റുമാർക്കൊപ്പം പരിശീലനവും നടത്തും. കൂടാതെ ഗ്രീസിന് മികച്ച ഡ്രോൺ സാങ്കേതികവിദ്യ അത്യാവശ്യമാണ്. ഇന്ത്യയുടെ ഡ്രോണുകളും റഡാർ സംവിധാനങ്ങളും ഗ്രീസിന് നൽകാം. ഇന്ത്യയിൽ നിന്ന് തുടങ്ങി ഗൾഫ് വഴി യൂറോപ്പിലേക്ക് പോകുന്ന ഐമക്കിൻ്റെ യൂറോപ്പിലെ കവാടം ഗ്രീസാണ്. ഗ്രീസിലെ പൈറസ് തുറമുഖം ഇതിൽ നിർണായകമാണ്. ഈ പാതയുടെ സുരക്ഷ ഉറപ്പാക്കാനായിട്ട് ഇരു രാജ്യങ്ങളുടെയും നാവികസേനകൾ സഹകരിക്കേണ്ടതും അത്യാവശ്യമാണ്. സുഹൃത്തുക്കളെ, ചുരുക്കി പറഞ്ഞാൽ 2026 ഫെബ്രുവരി 9 എന്ന് പറയുന്നത് ഇന്ത്യൻ വിദേശ നയത്തിൻ്റെ ഒരു വിജയ ദിവസമാണ്. പാകിസ്ഥാനും തുർക്കിയും ചേർന്ന് ഇന്ത്യക്കെതിരെ ഗൂഢാലോചന നടത്തുമ്പോൾ ഇന്ത്യ അതിലും വലിയ തന്ത്രത്തിലൂടെ അവരുടെ വീട്ടുവാതുക്കൽ എത്തി ഇങ്ങനെ നിൽക്കുകയാണ്. ഗ്രീസുമായിട്ടുള്ള ഈ കൂട്ടുകെട്ട് ഇന്ത്യയുടെ ആക്ട് വെസ്റ്റ് പോളിസിയുടെ വിജയമാണ്. ഇത് വെറുമൊരു പേപ്പർ കരാറല്ല, മറിച്ച് തുർക്കിയുടെ ഭീഷണികളെ നേരിടാനും യൂറോപ്പിലേക്കുള്ള ഇന്ത്യയുടെ വാതിൽ സുരക്ഷിതമാക്കാനുമുള്ള ഒരു കവചമാണ്. ഒരു കാലത്ത് ചേരിചേരാ നയം സ്വീകരിച്ചിരുന്ന ഇന്ത്യ ഇന്ന് സ്വന്തം താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കൃത്യമായ സൈനിക സഖ്യങ്ങൾ ഉണ്ടാക്കുന്ന ഒരു രാജ്യമായിട്ട് മാറി. എന്നെ തൊട്ടാൽ ഞാൻ തിരിച്ചടിക്കും, അതങ്ങ് യൂറോപ്പിലായാലും എന്ന സന്ദേശമാണ് ഇന്ത്യ നൽകുന്നത്. ഇതൊരു പുതിയ ലോകക്രമത്തിൻ്റെ തുടക്കമാണ്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പ്രതിരോധ രംഗത്ത് ഏറ്റവും പുതിയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം സുഹൃത്തുക്കളെ. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.